നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 മാസത്തിനിടെ മൂന്നാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ബിജെപി. 27-ന് തിരുവനന്തപുരത്തെ കെ സുരേന്ദ്രന്റെ പദയാത്ര സമാപനത്തിലേക്കുള്ള മോദിയുടെ വരവ് വലിയ ആഘോഷമാക്കാനാണ് പാർട്ടി തീരുമാനം. നിരന്തരമുള്ള സന്ദർശനം മോദി ദക്ഷിണേന്ത്യയിൽ 2ാം സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും കൂട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കങ്ങളുമായി തലസ്ഥാനം. ഈ മാസം 27-നാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് അറിയിച്ചു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചരിത്രം സൃഷ്ടിച്ച ശേഷമാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയ ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തുന്നത്. സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ പോലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരാണ്. ദേശീയബോധമുള്ള കോൺഗ്രസ് CPM അണികളും ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തുമെന്ന് വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരത്താണ് കേരള പദയാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്നത്. ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിവരം സുരേന്ദ്രൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. സമാപന സമ്മേളനത്തിലെ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ മാസം 17-നാണ് അവസാനമായി മോദി കേരളത്തിലെത്തിയത്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ചടങ്ങിൽ സജീവമായി പങ്കെടുത്ത മോദി തന്നെയാണ് വധൂവരന്മാർക്ക് മാലയെടുത്ത് നൽകിയതും. ചടങ്ങിൽ മലയാള സിനിമയിലെ വൻ താരനിരയും പങ്കെടുത്തിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, പാർവതി, ഖുഷ്ബു, ബിജു മേനോൻ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി താരങ്ങളായിരുന്നു വിവാഹ ചടങ്ങിനെത്തിയത്. ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ പേരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തിരുന്നു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം തൃപ്രയാർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. തുടർന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തി ഷിപ്പ്യാർഡിൽ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബിജെപിയുടെ ശക്തി കേന്ദ്ര സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങിയത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നിരന്തരമായി എത്തുന്നുണ്ട്. ജനുവരിയിൽ 2 തവണ തമിഴ്നാട്ടിൽ വന്ന മോദി 25-ന് തിരുപ്പൂരിൽ വീണ്ടും എത്തുന്നുണ്ട്. ജനുവരിയിൽ ബംഗളൂരിലും പ്രധാനമന്ത്രി വന്നിരുന്നു. BJP മിഷൻ സൗത്ത് പ്രഖ്യാപിച്ചിരിക്കെ മോദിയുടെ ദക്ഷിണേന്ത്യൻ സന്ദർശനങ്ങളിലെ രാഷ്ട്രീയ ആകാംക്ഷയും ഏറെ. വാരണാസിക്ക് പുറത്ത് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ 2ാം സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന ചർച്ചകൾ നേരത്തെയുണ്ട്. അത്തരം ചർച്ചകൾ ബലപ്പെടുത്തുന്നതാണ് നിരന്തര സന്ദർശനങ്ങൾ. 2ാം മണ്ഡലം കർണാടകയിലോ തമിഴ്നാട്ടിലോ ആകുമെന്ന് വരെ പറഞ്ഞ് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് മോദി ഇറങ്ങുമെന്ന അഭ്യൂഹം വളരെ നേരത്തെ ഉണ്ടെങ്കിലും ദേശീയ നേതാക്കൾ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം വഴി വൻ നേട്ടമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിത്വമായാലും നിരന്തര സാന്നിധ്യമായാലും മോദിയിലൂടെ സൗത്തും പിടിക്കാനാണ് BJPയുടെ നീക്കം.